പറയാറുണ്ടോ? അയ്യോ ഏട്ടത്തി, ഇതാ പുറത്തെന്തോ ഇരിക്കുന്നു. അത് ഒന്ന് കാണിച്ചേ നോക്കട്ടെ. നമസ്കാരം, ഞാൻ റാണി ചാറ്റർജി. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ക്രൈം ചക്രയുടെ പുതിയൊരു എപ്പിസോഡിൽ ഒരു പുതിയ കഥയുമായി. ഇന്നത്തെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഫോർമാലിറ്റീസ് ബന്ധങ്ങളെ താറുമാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന്റെ ഭാവി വഴിതെറ്റിപ്പോകുന്നു എന്ന് തോന്നുന്ന ഈ അവസരത്തിൽ നമ്മുടെ വരും തലമുറകൾ എന്തൊക്കെ നേരിടേണ്ടി വരുമെന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ആദർശ് അവന്റെ പുതിയ ജോലിയിൽ എപ്പോഴും വ്യാപൃതനായിരുന്നു. അവന്റെ ഭാര്യ ശിവാനിക്ക് വേണ്ടി ഒട്ടും തന്നെ സമയം ബാക്കി വെക്കാനില്ലായിരുന്നു. ശിവാനിയാണെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ തന്റെ ആവശ്യങ്ങൾ നിറവേറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കുമ്പോ മനസ്സ് എങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശിവാനി അങ്ങനെ ഒരു അവസ്ഥയിലാണ് കടന്നുപോയത്. അവൾ ദുഃഖിതയായിരുന്നു. അവളുടെ ഭർത്താവിന് അവളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനൊരു അവസ്ഥയിൽ ആദർശും ശിവാനിയും എന്തായിരിക്കും ചെയ്യുക? നമുക്ക് നോക്കാം. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നേ എനിക്ക് നല്ല മൂടുണ്ട്. ഇന്ന് വേണ്ട, ഇന്ന് എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. പ്ലീസ്. ഞാൻ പറയുന്നൊക്കെ ഒരുപാട് ജോലി പെൻഡിങ്ങാ. കുറച്ചു നേരമെങ്കിലും. ഇന്ന് വേണ്ടെന്നല്ലേ പറഞ്ഞത്? പുതിയൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കോ. അതിനുവേണ്ടി പൈസയും സമയം എല്ലാം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കും. ഇപ്പോ എന്റെ കാര്യത്തിനാണല്ലോ സമയമില്ലാത്തത്. അങ്ങനല്ല ശിവാനി. ശിവാനി, ഞാൻ പറയുന്നേക്ക്. എനിക്കിനി ഒരു കാര്യം കേൾക്കണ്ട. ശിവാനി, ശിവാനി, ആദർശ് മോൻ എവിടെ? കാണാനില്ലല്ലോ. ആദർശ് ഓഫീസിലേക്ക് പോയല്ലോ. ഇത്രയും നേരത്തെയോ? ആ, എപ്പോഴും ഓഫീസിൽ എന്തെങ്കിലും തിരക്കുണ്ടാവും. ഇവിടെ വീട്ടിലെത്തിയാലും എന്തെങ്കിലുമൊക്കെ ഓഫീസിലെ തിരക്കുണ്ടാവും. എനിക്ക് വേണ്ടി ചെലവാക്കാൻ ഒട്ടും സമയമില്ല. കുറച്ചു കാലം കൂടി അല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ അവന് ഓഫീസിൽ നിന്ന് ഇഷ്ടം പോലെ സമയം കിട്ടും. കുറച്ചു നാളെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പൊ 2 മാസമായി. ശരി മോളെ, ഞാൻ ആദർശിനോട് സംസാരിക്കാം. ഞാൻ പറഞ്ഞോളാം. ചാകുന്നതിന് മുൻപ് എനിക്ക് എന്റെ കൊച്ചുമക്കളെയൊക്കെ കളിപ്പിക്കണമെന്ന്. എന്താ ഏട്ടത്തി? എന്താ മുഖത്തൊരു ടെൻഷൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഞാനെല്ലാം കേട്ടു ഏട്ടത്തി. ഏട്ടൻ തീരെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ? അതിലിത്രയ്ക്ക് വിഷമിക്കേണ്ട കാര്യം എന്താ? ഇവിടെ ഞാനില്ലേ? ഏട്ടത്തിക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ഏട്ടത്തിയുടെ ഭർത്താവിന്റെ അനിയനല്ലേ? എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന എന്റെ ഏട്ടനാ, അല്ലാതെ നീയല്ല. അങ്ങേരാണെങ്കിൽ ജോലി കാര്യത്തിൽ എപ്പോഴും ബിസി ആയിരിക്കും. എന്റെ ഏട്ടത്തി എന്തൊക്കെയായി പറയുന്നേ? ഞാനും ഏട്ടനൊക്കെ ഒരേപോലെയാ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാ, ഏട്ടത്തിക്ക് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ കൂടെ ആവാലോ. ഞാൻ ഫുൾ ഡേ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ. ആ, ഞാനും അത് തന്നെ പറയുന്നേ. നീ ഇവിടെ ഫുൾ ടൈം വെറുതെ ഇരിക്കുമല്ലേ? ഇടയ്ക്കൊക്കെ ഏട്ടന്റെ കൂടെ ഒന്ന് ഓഫീസിലോട്ട് പോയിട്ട് അങ്ങേരെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ? അങ്ങേർക്ക് ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമല്ല, നിനക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനും പറ്റും. എന്തേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്റെ ഏട്ടത്തി എപ്പോഴെങ്കിലും തെറ്റായിട്ട് വല്ലതും പറയാറുണ്ടോ? അയ്യോ
ഏട്ടത്തി ഇതാ പുറത്തെന്തോ ഇരിക്കുന്നു. അത് ഒന്ന് കാണിച്ചേ നോക്കട്ടെ. നീ മാറിക്കേ. ഏട്ടത്തി ഏതോ പ്രാണിയാണെന്ന് തോന്നുന്നു. നീ എന്താ ചെയ്യാൻ നോക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അയ്യോ ഏട്ടത്തി തെറ്റിദ്ധരിച്ചതാ. ഏട്ടത്തി അങ്ങനെ ഒന്നുമില്ല. ഹലോ. അതെ, എനിക്ക് തീരെ സുഖമില്ല. എന്നെ ഒന്ന് ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോവോ? മാം ആക്ച്വലി സാർ ഒരു മീറ്റിംഗിൽ ബിസിയാണ്. ഇങ്ങേർക്ക് ഒരു മിനിറ്റ് പോലും ഫ്രീ ടൈം കിട്ടില്ലേ? മാം എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ സാറിനെ അറിയിച്ചോളാം. താൻ ആദ്യം സാറിന്റെ ഫോൺ കൊടുക്ക്. അത് ആരും അകത്തേക്ക് കയറരുതെന്നാ സാറ് പറഞ്ഞിരിക്കുന്നത്. തന്റെ സാറിനോട് പോയി പറഞ്ഞേക്ക് എനിക്ക് അങ്ങേരോട് നല്ല ദേഷ്യമുണ്ടെന്ന്. പിന്നെ താനെങ്കിലും തന്റെ ഭാര്യയ്ക്ക് കുറച്ച് സമയം കൊടുക്കണം. മാം ആക്ച്വലി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അതിനും വേണം ഒരു ഭാഗ്യം. തന്റെ സാറിനോടെ ഞാൻ പറഞ്ഞ മെസ്സേജ് ദേഷ്യപ്പെട്ട് പറയണം. ശരി, ഉറപ്പായിട്ടും. എന്തൊരു കഷ്ടം നോക്കണേ. ഈ വെയിലത്ത് ഞാൻ ഇനി ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ആദർശ് ഇപ്പൊ തന്നെ പറഞ്ഞു അയച്ചെന്തിനാ? ആദർശിന്റെ ഒരു കാര്യം അങ്ങേർക്ക് വരാൻ പറ്റില്ല, എന്നിട്ട് ആളെ അയച്ചേക്കുന്നു. മാം ആക്ച്വലി സാറ് ബിസി ആയതുകൊണ്ട് എന്നെ പറഞ്ഞയച്ചേക്കുന്നത്. അതൊന്നും ഒരു കുഴപ്പമില്ല മാഡം. മാഡം ഒന്ന് കയറിക്കോ. ശരി, എങ്കിൽ ഇപ്പൊ തന്നെ പോവാ. ഹോസ്പിറ്റലിൽ എത്താൻ ഒരുപാട് ലേറ്റായി. താനെന്തിനാ ഹോസ്പിറ്റലിലെ ബില്ല് അടച്ചത്? അതൊന്നും കുഴപ്പമില്ല മാം. തനിക്ക് ഞാൻ പൈസ തിരിച്ചു തന്നേക്കാം. മാം അതൊന്നും കുഴപ്പമില്ല, ഞാൻ സാറിൻ്റെ ഒന്ന് വാങ്ങിച്ചോളാം. താൻ എന്നെ മാമെന്നൊന്നും വിളിക്കണ്ട, എൻ്റെ പേര് വിളിച്ചാൽ മതി. ഓക്കെ മാം. ഓ സോറി. പിന്നെ മാമോ? സോറി, ഐ എം സോ സോറി. പോയാലോ? അങ്കിത്, നീ രാത്രിയോടെ എന്ത് ചെയ്യുക? ചോദിച്ചു കേട്ടില്ലേ എന്ത് ചെയ്യുവന്ന? ഇല്ലേട്ടാ ഒന്നുമില്ല. പറടാ, എന്ത് ചെയ്യാനൊക്കെ ഇല്ല. നീ മോഷ്ടിച്ചോ? മോഷ്ടിക്കോ? നിന്റെ തലയ്ക്കൊരു അസുഖമുണ്ടോടാ? എന്തു പറ്റി? ഈ നട്ടപ്പാതിരിക്ക് എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? ഇവരെന്താ ചെയ്തെന്ന് ചോദിക്കും. എന്താടാ? എന്ത് ചെയ്തെന്നാ? റൂമിൽ കയറി മോഷ്ടിക്കാൻ വന്നേക്കുവാ. അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഏട്ടനോട് ചോദിച്ചാൽ 10 പൈസ തരില്ല. എനിക്കും എന്തെങ്കിലുമൊക്കെ ചെലവില്ലേ? പണി ചെയ്ത് പൈസ ഉണ്ടാക്കടാ. വീട്ടിൽ വെറുതെ കുത്തിയിരിക്കല്ലേ, അല്ലെങ്കിൽ നാട് മുഴുവൻ തെണ്ടി അടക്കം. ഇറങ്ങി പോടാ അവിടെ. മോഷ്ടിക്കാൻ വന്നേക്കോ. എടാ അവൻ ചെറുപ്പമല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും തെറ്റ് പറ്റിയ അച്ഛനൊന്നും പറയണ്ട.
അച്ഛൻ അവനെ ചീത്തയാക്കുന്നേ. എടാ നിന്നെ ഞാൻ അങ്ങനെ തന്നെ വളർത്തിയത്. ചെറുപ്പത്തിലെ 2 കൊടുത്തു വളർത്തിയിരുന്നെങ്കിലേ അവനിപ്പോ കള്ളനാവില്ലായിരുന്നു. അത് പിന്നെ നിന്നെയും ഞാൻ തല്ലിയിട്ടില്ലല്ലോ. പിന്നെ വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ. അച്ഛൻ പോയി കിടന്ന് ഉറങ്ങിക്കേ. ആ ശരി, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ. എന്താ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഒരിടത്തും ഒരു സ്വസ്ഥതയുമില്ല. നിങ്ങളും കിടന്നുറങ്ങ്. എന്തുപറ്റി? എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ച്? ഏയ് വെറുതെ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി, അതാ വരാൻ പറഞ്ഞ. കുറച്ചുകൂടെ എൻ്റെ അടുത്തേക്ക് ഇരിക്കെ. നിനക്കെന്തോ ഒരു ടെൻഷൻ. ഇതെങ്ങനെ പറയണ്ടേന്ന് പോലും എനിക്കറിയില്ല. നീ മനസ്സൂർന്ന് പറഞ്ഞോ, എന്താ കാര്യം? ആദർശ് എനിക്ക് വേണ്ടി ഒട്ടും ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. എല്ലാ സ്ത്രീകളെയും പോലെ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നീ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. ഒരു ദിവസം എല്ലാം ശരിയോ. ഞാനില്ലേ, ഒന്നുകൊണ്ട് നീ പേടിക്കണ്ട. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ശിവാനി അവളുടെ തീരുമാനങ്ങൾ മാറ്റാൻ തീരുമാനിച്ചു. മനോജ് അവൾക്കൊരു തുണയായപ്പോൾ അവളുടെ ലൈഫിൽ ഒരു പ്രതീക്ഷ വന്നു. ആദർശിന്റെ അസാന്നിധ്യം അവളുടെ മനസ്സിലൊരു വിടവുണ്ടാക്കി. ആ വിടവ് നികത്താൻ മനോജിന് പറ്റുമെന്ന് അവൾക്ക് തോന്നാൻ തുടങ്ങി. മനോജ് ആദർശിന്റെ ഒരു എംപ്ലോയി ആണെങ്കിലും അയാളൊരു വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരനായിരുന്നു. ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. നമ്മളും ഈ ആഗ്രഹമൊക്കെ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നവരൊക്കെ തന്നെയാണ്. ശിവാനിയും ഒരു പ്രതീക്ഷയുടെ കിരണം കണ്ടു തുടങ്ങിയപ്പോൾ പുതിയതായി സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ആ മോളെ, ആദർശ് ഇതുവരെ വന്നില്ലേ? ഇന്ന് വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ കിടന്നു. ആ ശരി, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ പോയി കിടക്കാൻ പോവാ. ശരി അച്ഛാ. ഓക്കെ. ആ ഏട്ടത്തി, എന്തൊക്കെയുണ്ട്? നീ ഒരുപാട് ഓവർ സ്മാർട്ട് ആവാൻ നോക്കല്ലേ. നീ നിന്റെ റൂമിൽ പോയി കിടന്നുറങ്ങാൻ നോക്ക്. കൊള്ളാം. ഏട്ടത്തി എന്തിനാ ഇങ്ങനെ വെറുതെ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഏട്ടത്തി ഒരു കാര്യം കാണിക്കാം. ദാ ഇത് നോക്കി. ഈ വീഡിയോ നിനക്കെങ്ങനെ കിട്ടി? ഏട്ടത്തി, ഈ വീഡിയോ എങ്ങനെയാ കിട്ടിയെന്നുള്ളത് ഇനി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ വീഡിയോയിൽ ആരാ ഉള്ളതെന്നല്ലേ നമ്മൾ ഇനി നോക്കേണ്ടത്. എടാ, മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തോ. ഈ വീഡിയോ നിന്റെ ചേട്ടൻ ഒരിക്കലും കാണാൻ പാടില്ല. ആ അത് പിന്നെ ഞാൻ ചെയ്യൂലേ. ഇതൊക്കെ ഒരു കാര്യമാണോ? പക്ഷേ അതിനു മുമ്പ് ഏട്ടത്തി എൻ്റെ ഒരാഗ്രഹം സാധിച്ചു തരണം. ആഗ്രഹോ? എന്താഗ്രഹം? എനിക്കറിയാം ഇന്ന് ഏട്ടൻ വരാൻ ലേറ്റാവുന്നു. അപ്പോൾ ഇന്ന് രാത്രി ഏട്ടത്തി എൻ്റെ ഒപ്പം കിടക്കണം, ഏട്ടത്തിയുടെ മുറിയിൽ. നിനക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഞാൻ ഏട്ടത്തിയെ കാത്തിരിക്കും. ആ പിന്നെ ഒരു കാര്യം മറന്നുപോയി. 5 മിനിറ്റിനുള്ളിൽ അവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വീഡിയോ ഏട്ടന് ഫോർവേഡ് ചെയ്യും. ഓക്കെ? എനിക്കറിയാമായിരുന്നു ഏട്ടത്തി എന്തായാലും വരുമെന്ന്.
അത് പിന്നെ നീ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഞാൻ നിന്റെ ഏട്ടത്തിയാ. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ എൻ്റെ ഏട്ടത്തിയാണെന്ന്? പക്ഷെ ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് അത് വിട്ടുകളയാൻ പറ്റുമോ? വിട്ടുകളയാൻ പാടുണ്ടോ? ഇത്രയും സുന്ദരിയായിട്ടുള്ള നിങ്ങളെ എന്താ ഏട്ടൻ മൈൻഡ് ചെയ്യാത്തതെന്നാ എനിക്കൊന്നും മനസ്സിലാവാത്തത്. അങ്ങേറെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടെ ഫുൾ ഡേ ഉണ്ടായിരുന്നേനെ. എനിക്കാകെ പേടിയാവുന്നു. ഞാനിനി എന്ത് ചെയ്യും? അവൻ ഇത്രയ്ക്ക് വൃത്തിയോട്ടവനായിരുന്നോ? നീ പേടിയാതിരിക്കേ. അവൻ എന്നെ ആ വീഡിയോ കാണിച്ച് ഇനി ബ്ലാക്ക്മെയിൽ ചെയ്തോണ്ടേയിരിക്കും. ശരി, നീ ഒരു കാര്യം ചെയ്. ഇനി അവൻ നിന്നെ വിളിക്കുവാണെങ്കിൽ നീ അങ്ങ് പോയേക്ക്. അപ്പൊ അതാണോ നിനക്ക് വേണ്ടത്? ഞാൻ അവന്റെ അടുത്ത് പോയിട്ട് അവൻ പിന്നെയും പിന്നെ എന്നെ നിർബന്ധിച്ച്? ഇല്ല, അവൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നാ ഞാൻ ആലോചിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യണം. നീ പോകുന്നതിന് മുന്നേ എനിക്കൊരു മെസ്സേജ് അയക്കണം കേട്ടോ. ശരി. നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. എടാ, നീ ചെയ്യുന്നൊന്നും ശരിയല്ല. ഇതിനെല്ലാത്തിനും നീ അനുഭവിക്കേണ്ടി വരും. എന്റെ ചക്കരേ, നിന്നെ അനുഭവിക്കണം തന്നെ എന്റെ ആഗ്രഹം. ശരിക്കും ആസ്വദിച്ച് അനുഭവിക്കണം. എന്നെ വിട്. ചേട്ടാ, ഞാൻ എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നീ ഇവിടെ ദേഹത്ത് തൊട്ടത്? എടാ, ഏട്ടനോട് ഞാൻ പറയാതിരിക്കുമായിരുന്നു. ചേട്ടത്തിയും മനോജും ഈ വൃത്തികെട്ട സ്വഭാവത്തെ പറ്റി മനോജനോട് പറഞ്ഞിട്ടുണ്ടടാ. ഇനി നീ ഇവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല. ആദർശ് മോനെ, തോക്ക് താഴെ വെക്ക്. അച്ഛാ, ഇവൻ എന്റെ ഭാര്യയെ കയറി പിടിച്ചാ. നീ എന്താടാ ഈ കാണിച്ചത് മോനെ? അങ്കദിന്റെ പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ മനോജും ശിവാനിയും കൂടി നല്ലൊരു കുടുംബത്തെ ഇല്ലാതാക്കുകയായിരുന്നു ചെയ്തത്. സമൂഹത്തിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സ്ത്രീ. അവളുടെ മനസ്സ് സമൂഹത്തെ രൂപപ്പെടുത്തുന്ന ഒന്നാണ്. അങ്ങനെയുള്ള സ്ത്രീ തന്റെ സകല സീമകളും ലംഘിച്ചുകൊണ്ട് ചെയ്തു കൂട്ടുന്ന പ്രവർത്തികൾ ഒരുപാട് അനർത്ഥങ്ങളിലേക്ക് വഴിയൊരുക്കും. പുരുഷനായാലും സ്ത്രീ ആയാലും സമൂഹത്തിൽ ഇത്തരത്തിൽ ദുഷ്കൃത്യങ്ങൾ ചെയ്താൽ അവരാ സമൂഹത്തെ തന്നെയല്ലേ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. അങ്കിത്, മനോജ്, ആദർശ്, ശിവാനി, അങ്ങനെ നമ്മുടെ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എത്ര പേർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടായിരിക്കും? എത്ര നാൾ നമ്മൾ ഇതെല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കും? ഇതിനെതിരെ ശബ്ദമുയർത്തണം. നിങ്ങൾ മാത്രമല്ല, നമ്മളെല്ലാവരും. ഞങ്ങൾ ഞങ്ങളുടെ കടമകൾ നിറവേറ്റുകയാണ്. നിങ്ങളും ചെയ്യണം. ഞാൻ റാണി, നിങ്ങളോട് ഞാൻ വിട ചോദിക്കുന്നു. ഒട്ടും വൈകാതെ നമുക്ക് വീണ്ടും കാണാം. ക്രൈം ചക്രയുടെ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു കഥയുമായി. ജാഗരൂകരായിരിക്കുക, സുരക്ഷിതരായിരിക്കുക. ജയ് ഹിന്ദ്.